നല്ലവനായ ദൈവമേ, പ്രഭാതത്തിൻ്റെ നന്മകൾക്കായി സ്തോത്രം. തിരുസന്നിധി വീണ്ടും അടുത്തു വന്ന് അവിടുത്തെ സാന്നിധ്യത്തിൽ ഈ പ്രിയ കുടുംബത്തോട് ചേർന്ന് അങ്ങയോട് അപേക്ഷിപ്പാനും സ്വർഗീയ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായി സ്തോത്രം. പ്രിയ പിതാവിനെ യാത്ര അയക്കുവാൻ ഒരുങ്ങുന്നതായിട്ടുള്ള ഈ സമയത്ത് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസവും പ്രത്യാശയും ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും വിട പറയുവാനും പ്രിയ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. ഇന്നത്തെ ശുശ്രൂഷയിലൊക്കെ കർത്താവിൻ്റെ കൃപയെ വ്യാപരിക്കണമേ. അവിടുത്തെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കണമേ. വഴിയാത്രയിലായിരിക്കുന്നവരെ ഓർക്കുന്നു, എല്ലാവരെയും തക്ക സമയത്ത് കൂട്ടി വരുത്തി ചന്തോചിതവുമായി ശുശ്രൂഷകളെ ക്രമീകരിക്കാൻ കർത്താവ് സഹായിക്കണം. അവിടുത്തെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കണം. മഹത്വം അവിടുന്ന് എടുക്കണം. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾ പറയട്ടെ. ഇപ്പോൾ 1-2 പാട്ടുകൾ പാടും. ആ സമയം കാണുവാനുള്ളവർക്ക് മുമ്പോട്ട് വന്ന് കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട 2 അച്ഛന്മാർ വഴിയാത്രയിലായിരിക്കുന്നു. അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ നടത്തപ്പെടും. അതിൻ്റെ ശേഷം വീണ്ടും വ്യൂവിങ്ങിനും പ്രിയ കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രിയ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകളും വിശ്വാസ സമൂഹത്തോടുള്ള നന്ദിയും പറയുവാനുള്ള അവസരമുണ്ടാകും. അതിൻ്റെ ശേഷം 3-ാം ഭാഗം ശുശ്രൂഷ സെമിത്തേരി വെച്ച് നടക്കേണ്ടതും ഇവിടെ വെച്ച് നടത്തി മൃതശരീരം ഇവിടുന്ന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതുമാണ്. ഈ വിധത്തിലാണ് ഇന്നത്തെ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾ. പ്രാർത്ഥനാപൂർവം ശുശ്രൂഷയുടെ ആദ്യോടന്തം സംബന്ധിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ ക്രിസ്തീയ കീർത്തനങ്ങളിൽ 403-ാമത്തെ പാട്ടുപാടും. ശുശ്രൂഷയിൽ പ്രാർത്ഥനയും പ്രത്യാശയും നിലനിൽക്കത്തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് ഈ ഗാന ശുശ്രൂഷയിലും സംബന്ധിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 403-ാമത്തെ പാട്ട്. Hallelujah.
ഇടവകയുടെ അനുശോചനം അറിയിക്കുവാനായി ഇടവകയുടെ വൈസ് പ്രസിഡന്റ് സാമുവൽ എം വർഗീസ് എന്നെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ, പിതാവിൻ്റെ ദുഃഖത്തിൽ വേദനിക്കുന്നതായ ജിനു, ജോയ്സ്, സഹോദരി ബന്ധുമിത്രാദികളെ, ഇടവചനങ്ങളെ, ശ്രീ TS യോഹന്നാനെ ഞാൻ അനേക വർഷം കൊണ്ടറിയുന്ന വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിലെ വളരെ നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. ഒരു പിടി ഓർമ്മകളെ അവശേഷിപ്പിച്ചിട്ടാണ് ശ്രീ TS യോഹന്നാനെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നത്. ഇടവകയിലെ കുഞ്ഞുങ്ങൾക്ക് ക്യാൻഡി അങ്കിൾ എന്നറിയപ്പെടുന്നു. മക്കൾക്ക് സ്നേഹനിധിയായ പിതാവ്, സഹോദരങ്ങൾക്ക് തന്നേക്കാൾ തങ്ങളെ സ്നേഹിച്ചായ സഹോദരൻ, സെന്റ് പീറ്റേഴ്സ് മാർത്തോമാ സഭയുടെ ഇടവകയുടെ ആരംഭം തൊട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കുചേരുകയും ഇടവകയുടെ വിവിധ ചുമതലകൾ വഹിക്കുകയും ചെയ്തതായ ഒരു വിശ്വാസധീരൻ, അമേരിക്കൻ മാർത്തോമാ സഭയുടെ തുടക്കത്തിന് ആരംഭം കുറിച്ചായ മാർത്തോമാ കോൺഗ്രിഗേഷൻ ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് 1973 മെയ്യിൽ സ്ഥാപിതമായപ്പോൾ അതിൻ്റെ 16 അമരക്കാരിൽ ഒരാളായ ശ്രീ TS യോഹന്നാൻ മാർത്തോമാ സഭയുടെ അചഞ്ചലമായ വിശ്വാസാചാരങ്ങളിലെ അടിപതറാതെ ജീവിച്ച ഒരു വിശ്വാസധീരൻ, സർവോപരി ഒരു മനുഷ്യ സ്നേഹി എന്നീ നിലകളിൽ തൻ്റെതായ വ്യക്തിമുദ്രകളെ പതിപ്പിച്ച ശേഷമാണ് ശ്രീ TS യോഹന്നാനുമായി വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, സഭാപ്രസംഗി 12-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പൊടി അതിനെ എടുത്തിരുന്ന മണ്ണിലേക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നു. ചില മണിക്കൂറുകൾക്ക് ശേഷം ശ്രീ TS യോഹന്നാൻ്റെ ഭൗതിക ശരീരം നാം മണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആത്മാവ് എന്നെ ദൈവസന്നിധിയിലായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഈ ഒരു നിലയിൽ കൂടെ കടന്നു പോകേണ്ടവരാണ്. അനുദിനം നാം ഇത് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇളയവനായ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരിക്കട്ടെ. ഈ സമയത്ത് സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമാ ചർച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലും ഇടവക ജനങ്ങളുടെ പേരിലുമായ ഹൃദയഭേദകമായ അനുശോചനം ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വേഗം വരുന്നതായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സമാധാനം ദുഃഖത്തിലായിരിക്കുന്നതായ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാശരെയും ആശ്വസിപ്പിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 287-ാമത്തെ പാട്ട് 287. എപ്പോഴും ഞാൻ സന്തോഷിക്കും. Yeah.
Amen.
നോർത്ത് അമേരിക്ക യൂറോപ്പ് ഡയോസിസ് മദ്രാസിൻ്റെ സെക്രട്ടറിയും ബിഷപ്പ് സെക്രട്ടറിയുമായിട്ടിരിക്കുന്ന ഡെന്നി ഫിലിപ്പച്ചൻ നമ്മളോട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഈ കുടുംബത്തോടുള്ള ആശ്വാസവചനങ്ങളെ പ്രിയാച്ചൻ ഇപ്പോൾ അറിയിക്കും. പ്രിയപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ പ്രിയരെ, മരണം സുനിശ്ചിതമാണ്. നാം ഒരിക്കലും നമ്മുടെ മരണത്തെ പ്രതീക്ഷിക്കാറില്ല. ഓരോ മരണവും നമുക്ക് വേദന നൽകുന്നു, ഒപ്പം ഒരുപാട് ഓർമ്മകൾ അവശേഷിപ്പിക്കുന്നു. താനഞ്ചേരിൽ കുടുംബം പിണ്ണകര മാർത്തോമാ പള്ളിയുടെ വികാരി എന്നുള്ള നിലയിൽ ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടിലധികമായിട്ട് എനിക്ക് സുപരിചിതമാണ്. പ്രിയപ്പെട്ട തങ്കച്ചാനെ അറിയാവുന്നതിൽ കൂടുതൽ തങ്കച്ചാൻ്റെ അമ്മയെ അറിയാം. വളരെ പ്രത്യാശയുള്ള, വളരെ ദൈവഭയമുള്ള, സഭാസ്നേഹമുള്ള ഒരു കുടുംബം. അനുഗ്രഹീതരായ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ട് ഈ ദേശത്ത് വന്ന് സഭയോടുള്ള വലിയ സ്നേഹവും താല്പര്യത്തോടും സഭയുടെ ഒരു ഔദ്യോഗിക സ്ട്രക്ചർ ഇല്ലാതിരുന്നപ്പോൾ തന്നെ ഈ പ്രദേശത്ത് ഒരുമിച്ച് വന്ന് കൂടി ആരാധിക്കുവാനൊക്കെയുള്ള താല്പര്യം, മുമ്പേ പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് മാർത്തോമാ സഭയ്ക്ക് അടിത്തറയിടുന്നതിന് ഒരു വലിയ പാരം ഒരുമിച്ചുള്ള കൂട്ടായ്മയും സഹോദര്യ ബന്ധവും വളരെയധികം ദുഃഖത്തിലും ഭാരത്തിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് മക്കൾ, അവരുടെ ദുഃഖത്തിൽ കുടുംബമായി ഞങ്ങൾ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ നോർത്ത് അമേരിക്ക യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെ ആദരാഞ്ജലികൾ പ്രിയപ്പെട്ട തിരുമേനിയുടെ ഫെലക്സിനോസ് തിരുമേനിയുടെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല. ക്രിസ്തീയ വിശ്വാസം നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പ് മരണത്തിന് പരാജയപ്പെടുത്തുവാനും അവസാനിപ്പിക്കുവാനും പ്രത്യാശ വെച്ച് ദൈവം ഈ ലോകത്തിൽ നൽകിയിരിക്കുന്ന ആയുസ്സിനെ പൂർത്തിയാക്കുമ്പോൾ നിത്യമായ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇന്ന് ഇവിടെ വെച്ച് യാത്ര ചോദിക്കുമ്പോൾ വീണ്ടും കാണാം എന്നുള്ളതായ വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് നാം യാത്ര ചോദിച്ച് പിരിയുന്നത്. എന്നാൽ മാനുഷികമായ വേർപാട് ഒരാൾക്ക് പകരം വെക്കാനായിട്ട് ആരുമില്ല. ഒരു മനുഷ്യൻ്റെയും വാക്കുകൾക്ക് ആശ്വസിപ്പിക്കാനും സാധിക്കില്ല. പോട്ടെ, സാരമില്ല എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്ക് ഒരിക്കലും സാരമില്ലാതെ ആവുന്നില്ല. മാനുഷികമായി വാക്കുകൾക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കാത്തയുള്ളത് വേർപാടിൻ്റെ വലിയ വിടവ് സ്വർഗീയ പിതാവായ കർത്താവ് നികത്തി നിത്യതയെപ്പറ്റിയുള്ള വലിയ പ്രത്യാശയാൽ പ്രിയപ്പെട്ടവരെയും നാം എല്ലാവരെയും നിറയ്ക്കുകയും നമ്മുടെ ജീവിതത്തെ വളരെ ഗൗരവമായി എടുത്ത് അനുഗ്രഹീതമായി മുന്നോട്ട് ജീവിക്കാൻ നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഭദ്രാസനത്തിൻ്റെ എൻ്റെ വ്യക്തിപരമായ ദുഃഖം ഈ സമയത്ത് അറിയിക്കുകയും പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 396 പാട്ട് 396. കാണാനുള്ളവർക്ക് മുമ്പോട്ട് വന്ന് ഈ സമയം കാണുവാനുള്ള അവസരമുണ്ടാകും.
Virus
ഈ കുടുംബത്തിൽ തന്നെ ഭാഗമായിട്ടിരിക്കുന്ന റവറൻ ഫാദർ ഡിജൂസ് കറിയാച്ചനെ ക്ഷണിക്കും. Respected Hutchins, parents, and my dear brothers and sisters in Christ, as we are gathered this morning to bid farewell to our beloved father, brother, uncle, and all of the other relationships that we have all had, I was thinking back to the past 32 years of my life and how Uncle in many ways has supported and impacted not just me, but our family and the community at large. And one of the privileges that I have had is growing up in this country and being born here. We didn't have the privilege of having our grandparents with us. പല കുടുംബത്തിലുള്ള ഒരു ഭാഗ്യം കിട്ടുന്നത് അവരുടെ അമ്മച്ചിമാർ അല്ലെങ്കിൽ അപ്പച്ചന്മാർ വളർത്തിക്കൊണ്ടുവരുന്നതായിട്ടുള്ളൊരു അനുഭവമുണ്ട്. And for many of us, especially who are born here, we don't always get to see our grandparents, and it was usually during vacation times when we went to India for the summertime. But I think our beloved uncle and auntie took on the role of, in many ways, being our grandparents. And when I think about the title that we had given him, we had given him the title of Velya Uncle. And just the simple word Velya means someone great, someone bigger, someone with due respect and honor that is given within the family. And when I think about that role that he had in our life, we all know he was a hard worker. Many times people would say that, he had a lot of money, but it's not that he had a lot of money, it's that he worked hard for that money. And when he had that money, he would save and give to others, but never use it for himself. Sometimes I would always ask him, Uncle, why don't you just close your store for a week and go for a vacation? And he would always say, "Angane adchu kayinal karyangalokka nadakanda." And so we see that he was dedicated to his family in selfless giving. And oftentimes, many people on the outside saw him as someone who was very rough or very tough. But that was his personality. And as many people mentioned, those people who knew him very closely would know that he was a kid at heart, who just loved and loved and loved. And I was thinking back to my childhood when I was at the age, especially of my teen years. And since we were living in Chicago and we only visited New Jersey a few times, or they would come to Chicago a few times, there was one thing that I always remembered was the phone call that we used to get from Uncle every Saturday morning. It was Monday through Friday. We were usually in school and he was busy with the store, but Saturday morning, he would get to the store, and immediately from the store, he would call every single family member from top to bottom. All of the sisters and all of the cousins and everybody he would call, especially long distance calls. So when we saw on the caller ID 201, we all knew it was Uncle, and we would all run away from the phone because he knew he would drill us with questions. And he would ask us about our grades. He would ask us about what we did that week. He would ask us how much money we have in our pockets and what are we going to do with that money. And all those questions we had to answer. So we would all run to our room. Mommy would answer the phone or Daddy would answer the phone. They would do the initial talk, but he would immediately ask for us. And so we had to answer the phone no matter what. And I still remember you can't really cover up anything because you had to tell him the truth because you didn't have much time to speak. And he had all the information even before we answered, so he knew exactly what our grades were and he knew exactly what we were doing. And he would remind us of so many things, and he would always send an invitation, come and work with me at the store and I'll teach you everything you need to know about life. And sure enough, those were the times that we came to New Jersey for vacation time. Even if it was just a few days or 1 week or 2 weeks,
He would take me to the store every single day and teach me everything about the cash register, how to give to people, what to watch out for, and life lessons were learned in just a matter of those few hours. But one of the things I noticed was, whether it be his store or whether it be his family or whether it be anything about that, what he had to do, he never asked anyone for help. Everything he did by himself. And he always wanted to make it less of a burden for other people. And even when others had burdens, he wanted to be the first one to be there and make sure that that burden was taken away. And that was the role of our beloved uncle for so many years of what I remember growing up. And I remember still visiting New Jersey a lot of times. And when we had to face him for the first time, he would get really excited because he really loved boys, even though he had 2 girls. He really loved boys too. And he would give us those bear hugs and make sure that he pinched our cheeks so hard. And sometimes he wanted us to say, don't do it again, but he'll do it again anyways. And there were points where we would run away from him and lock ourselves in the bathroom just to hide from him because we were scared of his hugs and pinches. And then when we would come out, he'd still do it anyways. But that was the type of love and affection that he had always shown us. And my relationship with Uncle changed when I decided I was going to go to seminary and continue in the priesthood and in the ministry. I remember from 2007 to 2010 being here in Pennsylvania while I was at seminary for 3 years. Oftentimes during our weekend visits, we would come and stay with Uncle and Auntie or stay with the other families here. And there was never a weekend where I would never go without seeing him. And from a young age, from the time, anytime I visited to Jersey, he would never leave me without putting something in my pocket. And I always wondered, why do I need this? If he had a $100 bill, he would put it right into our pockets. If he had 200, whatever it was, he would make sure that he put it into our pocket. And I asked, what am I supposed to do with this? I don't have anything to buy. He said, if you have nothing to buy, save it. You'll need it someday. And I still remember, while in seminary, that never changed. Every time I came to visit them, he would put something in my pocket and he would say, take it, you'll need it. If you don't need it for anything, at least use it for gas money because you came and visited me. And those were the main interactions that I had with him. And remembering the support and love he had for clergy. It's not just behumanam, it was more than just respect, it was pure love for clergy. Whether it be bishops, priests, any ministers, he would always welcome them with an open heart and an open arm. And I know for all of us, we're experiencing a moment of grief and mourning, and that's part of it. And I was sitting here for the last couple of days and I was thinking, what is it that Uncle would want to communicate to us today if he was the person standing here and speaking to us? And one of the things about the Christian funeral services, especially within the Orthodox Church and the Apostolic Churches, there is a part of the funeral service, if you look through all of the songs, it's really not about the person, or it's not really prayers just directed to God. It's really a conversation between the one who has departed along with the people that are gathered. മലയാളത്തിൽ സാധാരണ പാടുന്ന ഒരു പാട് വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്നു. And then it goes on, but in English it's translated to, my brethren, why do you stand so far away from me? Come, bid me farewell. Grant me peace and pray unto me. And I know it's always hard for us, especially when our loved ones pass. It's so hard for us to accept the fact that physically they may not be with us,
but I know his everlasting presence is with this family. And that is my prayer for all of us, that as we bid farewell, that we give him the most proper and befitting farewell, because he deserves it. Everyone that is gathered here, he has impacted in some way, shape, or form, through his prayers, through his selfless giving, through his dedication. And my hope and prayer is that when we give him that farewell, that our prayers will be eternally with him. And I was also thinking as a family, especially to his beloved daughters, Ginny and Joyce. Not be that actions proved who he was. That is the beauty of a legacy, is that you will never forget what someone has done. And I encourage each and every one of us, as we will have to face this at some point in our life, the question that we have to ask ourselves is, what are we doing and what do our actions look like? And for both Ginny and Joyce and for the rest of our family, I know that the one lesson he'll always keep on reminding us is to give and give and to give. And that's one thing that I always learn from him, is never consume for yourself, but give it to others that are in need. And that is something that will always last with me, especially in my ministry. And I remember even in these past few years, even though he was going through quite a few hardships and was struggling to find peace in his own life, one thing I always reminded him is that you have done everything that you need to do. Just relax and find peace within yourself. There's nothing more that you have to do. There's nothing more that you have to say. You have proven your responsibilities and what you have done. And so our beloved uncle, not just as an uncle, but a Vili uncle, we bid you farewell in the most fitting and proper way. And we promise, as family and as a coming generation, to uphold the lessons that you have taught us. As a patriarch of this family, as the great uncle, as a dad, as a brother, and all of the other relationships that people have had, if there's anything that we can do, we hope and pray that if we can give an ounce, just an ounce of the love and the service that you have done for other people, that your legacy will be continued through each and every one of us. May God bless us all and comfort us and grant us strength through these days of mourning. And may we especially pray for the departed soul, that he might find rest in the bosom of the great patriarchs of Christendom, and that the Lord God may have mercy upon us and save us all. വ്യൂയിങ്ങിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. വന്യ വൈദിക ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, ഏകദേശം 2 മണിക്കൂർ കഴിയുമ്പോൾ പ്രിയ പിതാവിൻ്റെ സഹോദരൻ്റെ, ഈ ദേവദാസൻ്റെ മൃതശരീരവും ഭൂമിയിൽ മറയ്ക്കപ്പെടും. പിന്നെന്ത് ബാക്കി? What
what is the left of a life. We always say that the memories will stay back. But the struggle is that the life can be extended? ഈ ജീവനെ തുടർന്ന് നിലനിർത്താനായിട്ട് സാധിക്കുമോ? ഇന്നലെയും ഇന്നും അനേകർ പ്രിയ പിതാവിനെ, സഹോദരനെ ഓർത്ത് അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ പ്രിയ ദാസൻ ചെയ്തതായിട്ടുള്ള നല്ലതും എന്നാൽ ചില പരിമിതികളും നമ്മൾ പറഞ്ഞു കേട്ടു. എന്താണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? Even though around 20 people speak about the life and the achievements of the beloved father, nobody never mentioned about how much he attained in this world. 20 പേരോളം സംസാരിച്ചിട്ടും ഈ പിതാവ് എത്ര സമ്പാദ്യം ഉണ്ടാക്കി എന്ന് ആരും പറഞ്ഞില്ല. What all his treasures nobody mentioned. അദ്ദേഹത്തിന് എത്ര നിക്ഷേപങ്ങളുണ്ടെന്ന് ആരും പറഞ്ഞില്ല. Why? It is meaningless or what? ഈ സമ്പാദ്യങ്ങൾ അർത്ഥമില്ലാത്തതാണോ? ആണെങ്കിൽ ഇത് നമുക്കൊരു മുന്നറിയിപ്പായിട്ട് നമുക്കെടുക്കാൻ സാധിക്കണം. If nobody mentioned about the luxuries and the richness of this world, but mentioned about the life and the models which was set before us, that is the one which can extend the life. ജീവിതത്തിൻ്റെ സമ്പത്തോ സമൃദ്ധിയല്ല, ജീവിതത്തിൻ്റെ നല്ല മാതൃകകളും ജീവിച്ചിരുന്ന സമയത്ത് ചെയ്തതായിട്ടുള്ള നന്മകളും അതാണ് നമ്മൾ പറഞ്ഞു കേട്ടത് എങ്കിൽ that only can extend more the life even after death. ജീവനെ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ നന്മകൾ മാത്രമാണ്. പ്രിയ പിതാവ് കുടുംബത്തിന് ചെയ്ത നന്മകൾ അനേകരിലൂടെ കേട്ടു. ഇവിടെ നിന്ന് പറയാത്ത പലർ എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു. ഒരു വലിയ കുടുംബത്തെ പേട്രിയാർക്ക് എന്ന രീതിയിൽ ഏറ്റവും മുമ്പിൽ നിന്നുകൊണ്ട് ഒരു പ്രൊസഷനായിട്ട് സെറ്റ് ചെയ്താൽ ഒരു വലിയ ജാഥയായിട്ട് പോകത്തക്കോണമുള്ള ഒരു ജനാവലിയെ ഈ ദേശത്ത് കൊണ്ടുവന്ന് അവരെ കൊണ്ടുവരിക മാത്രമല്ല, അവർക്ക് പോകേണ്ടുന്ന വഴി കാണിച്ചു കൊടുത്ത്, വഴി പറഞ്ഞു കൊടുക്കുകയല്ല, കൂടെ യാത്ര ചെയ്ത്. പലരും പറഞ്ഞു, പലരെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ വലുതായിരുന്നു. Even to the third generation he had a dream and he forced them to do it, to attain that. അതൊരു വല്ലാത്ത നിർബന്ധമായിരുന്നു എന്ന് ഞാൻ പലരിൽ നിന്നും കേട്ടു. He's not leaving anyone to attain as much you can, but he is forcing them to attain the most, to the perfect. എന്തെങ്കിലും ആകെ പറ്റുക എന്നതല്ല, ഏറ്റവും നന്നായി, to the best. പക്ഷെ പലപ്പോഴും അത്രയും ആകാതെ വരുമ്പോൾ അദ്ദേഹത്തിന് അത് നിരാശയായി പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ്സ് റിയാലിറ്റി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ കുഞ്ഞുങ്ങളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ആ ഒരു ചെറിയ നിലയിലല്ല, അദ്ദേഹത്തിൻ്റെ രക്തബന്ധങ്ങളെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം, ദർശനം, ഡ്രീം, ദാറ്റ്സ് ഗ്രേറ്റ്. ഇന്ന് ഈ ഇടവകയോട്, ഈ ദേവാലയത്തോട് വിട പറയുമ്പോഴും ഇവിടുത്തെ മർത്തോമാ സഭ
ഈ ഒരു ഡയോസിസ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോഴും പറയുന്നത് ഈ വലിയ സേവനത്തെ ഓർത്ത് നന്ദി പറയുകയും ദൈവസന്നിധി സ്തുതി യാഗങ്ങളെ അർപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഇനിയും എന്ത് എന്ന ചോദ്യം, വാട്ട് വിൽ ലെഫ്റ്റോ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, we have to learn the good lessons from the Father. അപ്പനിൽ നിന്ന് പഠിക്കാവുന്ന ചില നല്ല പാഠങ്ങൾ. He teached us that above all it is the relations that is worth. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാട്ടിലും ഏറ്റവും വിലയുള്ളത് ബന്ധങ്ങളാണെന്ന് പഠിപ്പിച്ച ഒരു പിതാവാണ്, സഹോദരനാണ്, സ്നേഹിതനാണ്. അതുകൊണ്ടാണ് ഇന്നലത്തെ ജനാവലിയും ഇന്ന് നമ്മളിൽ പലരും, നിങ്ങളിൽ പലരും ഇവിടെ ആയിരിക്കുന്നത്. ബന്ധങ്ങൾ അറ്റുപോകുന്ന ഈ തലമുറകളിൽ, ഈ ഒരു ലോകത്ത് എല്ലാം സ്വാർത്ഥപരമായി മാറുമ്പോൾ, എൻ്റെ കാര്യം കഴിഞ്ഞ് മറ്റൊരാളുടേത് എന്ന് ചിന്തിക്കുമ്പോൾ, അത് സ്വന്തം അപ്പൻ്റെ തൻ്റെ ജീവിതത്തിൽ പൂർത്തിയിലും അവർ നിലനിൽക്കണമെങ്കിൽ ഒരു വിശ്വാസ സമൂഹം വേണമെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം. ആചാരത്തിലൊരു സഭ വേണമെന്നും ആ സഭയ്ക്ക് എപ്പോഴൊക്കെയോ ഒരു ക്ഷീണമുണ്ടായപ്പോൾ തന്നാലാവോളം അതിനോട് ചേർന്ന് നിന്ന് വിശ്വാസത്തിൽ നിലനിൽക്കത്തക്കവണ്ണം ദൈവവുമായിട്ടുള്ളൊരു നല്ല ബന്ധമുള്ള മനുഷ്യൻ. പ്രിയ ഡെന്നിയച്ചൻ പ്രിയ മാതാവിനെ കുറിച്ച് പറഞ്ഞുവല്ലോ. ഒരു മകനെ കർത്താവിൻ്റെ പൂർണ്ണ ശുശ്രൂഷയിലേക്ക് അയക്കണമെങ്കിൽ ആ മാതാപിതാക്കന്മാർക്കുണ്ടായിരുന്ന സമർപ്പണത്തിൻ്റെ നിതാന്ത്യമാണ് പ്രിയ ടി.എസ്. ഫിലിപ്പച്ചൻ. അച്ഛനെ ആ വിധത്തിൽ അയക്കത്തക്കവണ്ണം ആ കുടുംബം ഒരുക്കി. എന്നാൽ ഒരുപക്ഷെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളാകാം പ്രിയ നമുക്ക് ലഭിക്കുന്ന നല്ല പാഠമാണ്. എന്നോട് ഈ കുടുംബം കടപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഇന്നലത്തെ ഫോട്ടോസൊക്കെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ ദേവാലയത്തിൻ്റെ അകത്ത് വെച്ചെടുത്ത ഒരു പടമാണ്. എപ്പോഴെടുത്തയാണെന്ന് എനിക്കറിയില്ല. ഈ ദേവാലയത്തിൽ അദ്ദേഹം സജീവമായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിൽ വളർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളോടൊപ്പം ഈ ഇടവക ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരു കാര്യം കൂടെ, ഇറ്റ് ഈസ് കമ്മ്യൂണിറ്റി. ദിസ് ഇസ് ജസ്റ്റ് എ ഫെയർവെൽ. ഞങ്ങൾ അവിടെ വന്ന് വീണ്ടും കാണും. ദാവീദ് തൻ്റെ അവനായിരിക്കും വണ്ണം കാണും. ഈ ഭൗതികമായ ലോകത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും പീഡകളും പരിമിതികളുമുള്ള ലോകത്തിൽ നിന്ന് പ്രിയ പിതാവിന് ദൈവം നൽകിയ സ്വസ്ഥമായ യാത്ര, ആ യാത്രയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് അദ്ദേഹം പോയി. ഒരു പക്ഷേ കുറെ കൂടെ ദീർഘമായിട്ടുള്ള ആയുസ്സിനെ ദൈവം കൊടുത്തിരുന്നെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങൾക്കും സഹോദരങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെ എത്രമാത്രം കാണുവാനും എത്രമാത്രം അതിനെ ഉൾക്കൊള്ളുവാനും സാധിക്കുമെന്ന് അറിയില്ല. എന്നാൽ ബോധ്യത്തോടെ ആരോഗ്യത്തോടെ ആർക്കും ഒരു ബാധ്യതയാകാതെ വണ്ണം ദൈവം നൽകിയ ദൗത്യങ്ങളെ വ്യക്തമായി പൂർത്തീകരിച്ചു. ഈ ലോകത്തിൽ തൻ്റെ അവസാന കാലഘട്ടം തനിക്ക് തന്നെ ഒന്ന് ഒരുങ്ങുവാനും ഒരുക്കപ്പെടുവാനും ഉള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി താൻ പ്രിയം വെച്ച കർത്താവിലും തന്നോടുകൂടെ നല്ലൊരു കാലം ജീവിത സഖിയായി കൂടെ ഇരുന്ന പ്രിയദാസിയെയും മറ്റു പൂർവികരുടെയും അടുക്കൽ സ്വസ്ഥതയെ പ്രവേശിച്ചു എന്ന് ഓർക്കുക. ഇനിയും നമ്മൾ കാണുമെന്നുള്ള പ്രത്യാശയോടെ ജീവിപ്പാൻ നമുക്കും ഇങ്ങനെ ഒരു യാത്രയെപ്പുണ്ട് എന്ന് ഓർത്തുകൊണ്ട് ഒരുക്കത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ഇടവകയുടെ അനുശോചനം സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും അറിയിച്ചു. കൂടെ എല്ലാ ഇടവക ജനങ്ങളുടെയും പ്രാർത്ഥനകളെ അറിയിക്കുന്നു. ഹൂസ്റ്റൺ ഇമ്മാനുവൽ മർത്തോമച്ച ഇടവകയിലെ അംഗങ്ങളാണ് പ്രിയ അച്ഛൻ്റെ പ്രിയ മകളും സഹോദരങ്ങളും. ആ ഇടവകയുടെ പ്രിയ ഉണ്ണിത്താനച്ഛൻ ജോൺസൺ ഉണ്ണിത്താനച്ഛൻ വിളിച്ചു.
വന്ന് സംബന്ധിപ്പാൻ സാധ്യമല്ല. ഇടവക അവിടെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പറ്റി 4 ചരണം പാടും. അതിന് ശേഷം 2ാം ഭാഗം ശുശ്രൂഷ തുടങ്ങുകയാണ്. കാണുവാനുള്ളവർക്ക് ഇപ്പോൾ അടുത്ത ബന്ധുമിത്രാദികൾ 1-2 കുറച്ച് സമയം കൊണ്ട് എടുത്തിട്ട് 3 നടന്നു. ആ സമയം കാണുവാനുള്ളവർക്ക് മുമ്പോട്ട് വന്ന് കാണാം. അതിൻ്റെ ശേഷം ദേവാലയത്തിൽ വെച്ചുള്ള 2ാം ഭാഗം ശുശ്രൂഷ നടത്തപ്പെടും. 285. Yeah.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ അടക്കം ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളുടെ ദോഷം രക്ഷിക്കണമേ. തുടർന്ന് രാജ്യ ശക്തി മഹത്വം മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്നും വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പും ആനന്ദങ്ങളുടെ എഴുന്നള്ളുകയും ഭൂലോകത്തെ നീ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തന് അവനവന് യോഗ്യമാം പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതു ഭാഗത്തെ മക്കളായ കുഞ്ഞാളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ഹോശോ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മറ്റമില്ലാത്ത സകല മഹിമയും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. തൻ്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്കൽ മേലുള്ളവർ ഭ്രമിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ വെളിപാടിങ്കൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനെ തൻ്റെ പ്രകാശത്തിൻ്റെ കതിരുകൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തൻ്റെ ഏതൊരുഷ്ടത്തിനെ ആംഗ്യത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മിശിഹാ തമ്പുരാന് തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമായ മശിഹാ തമ്പുരാനെ, നീ സകല സൃഷ്ടിയുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചവരുടെ സാക്ഷാൽ പുനരുത്ഥാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിന്റെയും പരിശുദ്ധനായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്നും നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കപ്പെടുന്നതായ അഗ്നികർഷയുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി.
നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായ്ച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ചുരുങ്ങിയ ആയുസിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയ ഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വേണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്നും ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നിധിയിൽ നിത്യസന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാന ആചാര്യനായുള്ളവേ, നിന്നെക്കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഇവർ എമ്പപ്പെടുകയും നിന്റെ വരവെങ്കിൽ പാതാള ബന്ധനങ്ങളിൽ നിന്നും പൊടിയിൽ നിന്നും ഇവർ ഒഴുത്തു നിൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ ഇവൻ മുഖം പ്രക്ഷോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധപാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ അതിന്തമില്ലാത്ത രാജ്യങ്ങളിൽ നീതിജ്ഞന്മാരോടും വിശുദ്ധന്മാരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് നിന്റെ ഞങ്ങൾ കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വിശ്വസിച്ചിടുവീൻ പാപികളെ രക്ഷിതാവേ, ആശ്വാസം താനൊഴികെ പരനില്ലെങ്ങുമേ ഉറ്റവരെയോ ഉണർവറ്റവരെയോ ഓറ്റിക്കൊള്ളുന്ന ഓടിയാവൻ പാപികളെ തേടി നടന്നു. പാടെ ചേർന്നിടുവിൻ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഇമ്പമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതങ്ങളിൽ മേലുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരുളിയ ഇമ്പമുള്ള ധൂപവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാവപരിഹാരം കൊണ്ട് ആനന്ദവും നൽകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്ക് പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാ. ലംഘിച്ചിയടിയാ ഞങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ. നിൻ സാദൃശ്യത്തിൽ നിർമ്മിതരാം ഞങ്ങൾ നരകാഗ്നിയിൽ
ഇരയായിടരുതേ ഭയങ്കരമാം പോക്കിൽ ഉന്നതമണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടൂ. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ യാത്രയയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഇവന്റെ കുടുംബക്കാരെയും ചർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവനും അവകാശിയാകും എന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവീൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതരായി തീരുകയും ചെയ്യണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നപ്പോ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ലോകവും അതിന്മോദവും ലോകത്തിൽ പാത്തിടുന്നോർക്കു ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കോ കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവർത്തിയായി. എല്ലാവരും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണമെല്ലാരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്ന് നിനക്ക് സ്തുതി.
അന്യായം വീട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. മരണദുഃഖത്തിൽ നിന്നൊഴിയുന്നവനൊരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടു പോവനുമില്ല. ഉത്തരമരുൾക അരുൾക ദേവാനുഗ്രഹിക്കാം. മധ്യചിത്തം അനുതാപേ നീ വരുത്തിയിടണമേ. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും. സ്ത്രീയന്മാരുടെ സ്തുതി. കർത്താവിന്റെ വചനങ്ങളെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാതെ മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിപ്പീൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ തിരുമുഖം നിന്റെ ദാസന്മാരുടെ മേൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയുടെ ബഹുത്വത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയാ. ബാരക്മോർ. സഹോദരരെ, നമ്മുടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വിശുദ്ധ കന്യകമറിയാം ജന്മമെടുത്ത ദൈവവുമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് അവൻ ഇപ്രകാരം പഠിപ്പിച്ചു. എന്നാൽ ഈശോ തമ്പുരാൻ ഉത്തരമായിട്ട് അവരോട് അരുളി ചെയ്തത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേയൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവയെ പുത്രനും അങ്ങനെ ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും ഞാൻ ചെയ്യുന്ന സകലവും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിന് ഈ പ്രവൃത്തികളെക്കാൾ അധികമായിട്ടുള്ളവയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ജീവിക്കുന്ന പ്രകാശം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ഒരുത്തിനെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. പിതാവ് ബഹുമാനിക്കാത്തവൻ പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിയിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ തന്നെയും ആകുന്നു.
എന്തുകൊണ്ടെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധിയും നടത്തുവാൻ അവന് അധികാരം കൊടുത്തു. കബറുകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തെഴുന്നേൽപ്പിനും തിന്മ ചെയ്തവർ ന്യായവിധിയുടെ ഉയർത്തെഴുന്നേൽപ്പിനും പുറപ്പെടുവാനുള്ള നാഴിക വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്നും സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കർത്താവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്നർത്ഥമുള്ള കുറിയലായിസോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജഡത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെ മേൽ അധികാരമുള്ളവനുമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തവനായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ തമ്പുരാനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന്റെ യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്ങൾ നിന്നെ എതിരേൽപ്പാനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുഹായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. ശാന്തമായിട്ട് ഇരിക്കാം. ഇപ്പോൾ പ്രിയ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ അവരുടെ വാക്കുകളെയും നന്ദിയുടെ വാക്കുകളെയും അറിയിക്കും. അതിൻ്റെ ശേഷം 3-ാം ഭാഗം ശുശ്രൂഷ ഇവിടെ വെച്ച് തന്നെ നടത്തപ്പെടുന്നതുമായിരിക്കും. ജിൻസിയും ജോയ്സും നമ്മളെ സംബോധന ചെയ്യും. For those of you that don't know me, my name is Joyce, and I'm Dad's youngest daughter, and this is my sister, Ginny. On behalf of my family, I thank everyone who has visited, called, and kept our family in their thoughts and prayers. How do we say goodbye to our dear dad? He was our greatest protector, defender, and rescuer. It doesn't seem possible that anyone could possibly understand the depth of love and reverence for him. He knew our souls and loved each one of us for who we are. He knew our hearts and our strengths, and we knew his love was just as strong for each and every one of us, yet his bond felt entirely unique to us. He taught us perseverance in that you have to work for what you want in life, and sometimes you got to fight for it, and to not let anything get in your way.
He told us to always chase our dreams. Don't let any opportunity pass you by. And if it doesn't work out, move on and try again. Eventually something will work out and you'll never regret because you won't have to look back and wonder, what if? He always taught us respect. He really set the standard for what a father's love and responsibility should be. Daddy was the eldest of his siblings. He always made his family a priority and loved them very much. I wanted to share a few favorite memories and lessons that Dad taught me. He always stressed the importance of faith, church, and having a personal relationship with God, which has always been our foundation. As my cousin Uchin mentioned, education and hard work was important to him. He made sure we studied hard and worked hard. And it was important to him that we surrounded ourselves with good friends. He knew all of them by name. As many of you know, he was crippled with anxiety and depression for the past several years. And in our community, talking about mental health is very taboo. Ultimately, Dad passed away from a serious heart attack. But I feel his heart could no longer handle the pain that stemmed from his depression. And he would want us all to know there's nothing embarrassing about seeking treatment for one's emotional health in the same manner we would get help for our physical health. In closing, I want to give an explanation. Over the years, people have always commented to Dad on the fact that my sister and I turned out so well. He would just smile and say thank you. They all knew our mom and Dad raised us right. And I know my sister and I wouldn't have the blessed lives we have today without the dedication of our parents. Mom and Dad were both very strict, made sure we had a strong moral compass, and taught us the importance of a God-centered life. They practiced what they preached and expected the best from us. Their love was so strong that they would have laid their life on the line for us without question. I know a lot of parents feel that way about their kids. How can you disappoint? Dad, we love you. We thank you for your unconditional love. And until we meet again, we'll forever be missing you. Please watch over us and our children and protect us. On behalf of myself, Robin, Lucas, and Michael, my sister, my brother-in-law Sandosh, and my nephews Joshua, Zachary, and our entire family. I thank everyone who's come here to support us and who's called and who's reached out and who's really been there for us. We really have felt the love this week, especially my few close friends. Not having mom is really hard, so my sister and I really lean on each other as well as our spouses and the handful of friends who've called me, texted me, checked in every single day this past week. I can't thank you enough. I love you guys, and I ask that you continue to keep us in your prayers. Daddy, we miss you, but I know you're finally resting in peace and that you're with Mommy. Thank you. Should be a genuine address. Our earliest, every time I met him, he would just pinch my cheeks. And not that small little, like Monet Howard used, like he'd squeeze it really tight.
and he'd just shake it. And I remember that then it became a game. He would try to squeeze my cheeks, and then I would try to squeeze his cheeks. And it was just a game between the two of us. I choose to remember Uncle as like that. I choose to remember Uncle as a one who would always... I choose to remember Uncle as the one who would always make me feel special. As the one who would always greet me in his own special way. As the one who would always take the time to make me feel special. I realized that his life was difficult. I realized that his life was hard. But I will always remember him as that man. As a man who always greeted me as a child, who always made me feel special as a child. And I am happy that I have the privilege of knowing Uncle and his family. And even though this happened years ago, it was always a game with us. I always remember him smiling. I choose to remember still that memory of a man always smiling. He had this thing where he would like sort of roll out his tongue but bite it. I think only Indian men and women can do that. But yeah, that's how I choose to remember Uncle. As the one who, as a man who would play with other kids, not just his own, but others as well, and make them feel special, and who would touch them for the rest of his life and their life. I am grateful for the privilege of knowing Uncle and his family. I thank God for his life. I thank God that he gave him so many years on this earth and shared with so many people and touched so many people and blessed so many people. It is a privilege and a pleasure and a blessing to know Uncle. And I believe that Uncle is not dead, and this is not a goodbye ceremony. This is a till we see you again ceremony. This is until we see Uncle again on the pearly shore. Pinch my cheeks and stuff like that. But again, we are blessed to have known him. ഇത്രയും ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ബന്ധുമിത്രാദികൾ, വിശ്വാസ സമൂഹമേ, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഞങ്ങളുടെ കുടുംബത്തെ ഈ ദിവസങ്ങളിൽ ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ഭവനത്തിലെ ഏറ്റവും മൂത്ത ആളാണ്, എൽഡസ്റ്റ് ആയിട്ടുള്ളതായ ആളാണ് തങ്കച്ചായ. അതിനുശേഷം 4 സിസ്റ്റേഴ്സാണ്. അതിനുശേഷമാണ് ഞാനും അനിയൻ ബാബു. 61 ഞാൻ ജനിക്കുന്നത്. അതിനു മുമ്പ് 60 തൻ്റെ ഏറിക്കൊണ്ട് മിലിറ്ററിയിൽ ജോലി കരസ്ഥമാക്കി. 14-ാമത്തെ വർഷം ജോലി രാജിവെച്ച് അമേരിക്കയിലേക്ക് സ്റ്റുഡൻസ് വിസയിൽ വരുവാനായി ശ്രമിച്ചപ്പോൾ എൻ്റെ ഫാദർ ഉൾപ്പെടെ ജീവിതം മുഴുവൻ പെൻഷൻ ലഭിക്കും, അഥവാ ഇനി അമേരിക്കയിൽ പോകാൻ ശരിയായില്ലെങ്കിലും പെൻഷൻ അവൈലബിൾ ആയതുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയം അത് വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ വാർ ആരംഭിച്ചത്. 1 വർഷം കൂടെ ജോലിയിൽ നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും അമേരിക്കയിലേക്ക് വരുവാൻ തക്കവണ്ണം സാധ്യമല്ലായിരുന്നു എന്നതാണ്. ഇവിടെ ഒരു സ്റ്റുഡൻസ് വിസയിൽ വന്നു. ഇവിടെ വന്ന് സഹോദരങ്ങളെ എമിഗ്രൻ്റ് വിസയിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ
ഫയൽ ചെയ്യാനുള്ളതായ പീരീഡ് ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഫയൽ ചെയ്തു. ഞാൻ ഈ തിയോളജിക്കൽ കോഴ്സിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചു സന്തോഷത്തോടെ. അത് തിരിച്ച് വീണ്ടും അതിൻ്റെ പേപ്പേഴ്സിൽ റെസ്പോണ്ട് ചെയ്യാതിരുന്നത് കൊണ്ട് എൻ്റെ ആ ഒരു ഫയലിംഗ് അതെല്ലാം ക്യാൻസലായി. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ യുവജന സംഘത്തിൻ്റെ ചുമതലയിൽ ആയപ്പോൾ അന്ന് ഇവിടുത്തെ ഒരു കോൺഫറൻസിന് വരുന്നതിന് വേണ്ടി വിസയ്ക്ക് ശ്രമിച്ചപ്പോഴാണ് എൻ്റെ ഈ ഫയൽ ചെയ്തതെല്ലാം ക്യാൻസലായി എന്ന് മനസ്സിലായത്. അത് എൻക്വയറി ചെയ്തതെല്ലാം തങ്കച്ചാനാണ്. എന്തുകൊണ്ട് അത് ക്യാൻസലായി? അതെല്ലാം എൻക്വയറി ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഫയൽ ചെയ്തു. ഒരുപക്ഷെ അച്ഛന് വരാൻ സാധിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ പെൻഷൻ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വന്ന് ജീവിക്കാനായി കഴിയണം. അതുകൊണ്ട് അങ്ങനെ ഫയൽ ചെയ്തതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഇപ്പം എൻ്റെ കയ്യിൽ വശമുണ്ട്. അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അമേരിക്കയിൽ വന്ന് ഇവിടെ തന്നെയാണ് വിവാഹം, ഇവിടെ അമേരിക്കയിൽ വെച്ചതാണ് വിവാഹം നടന്നത്. ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിന് ഞങ്ങൾക്ക് എല്ലാവർക്കും അമേരിക്കയിൽ വന്ന ശേഷം ഇവിടുന്ന് സാരിയും വസ്ത്രങ്ങളും ഒക്കെ തന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഒരു ഫോട്ടോ എടുത്ത് ഇവിടേക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ആ വസ്ത്രമൊക്കെ അണിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചയായി നിൽക്കുന്നു. എന്തിനാണ് ജീവിതം? ലൈഫ് ഈസ് ഫോർ വാട്ട്? ടു ഡു സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ദൈവത്തിന് എങ്ങനെയാണ് മനോഹരമായി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ജീവിതം കൊണ്ട്? അത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിന്റെ സഹോദരന് നീ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെയാണ്. ജർമ്മൻ പ്രീസ്റ്റും തിയോളജിനുമായ ബോൺഹോഫർ പറഞ്ഞതായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതായ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രസിദ്ധമാണ്. ജീസസ് എ മാൻ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റവും അധികം ജീവിച്ചതായ ഒരു വ്യക്തിയാണല്ലോ മദർ തെരേസ. മദർ തെരേസ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, എ ലൈഫ് നോട്ട് ലീവ് ഫോർ അതേഴ്സ് ഈസ് നോട്ട് എ ലൈഫ്. ഈ ഒരു ഭാഗമാണ് തങ്കച്ചാനെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളത്. ഞാൻ മാത്രം നാട്ടിലായിരുന്നതുകൊണ്ട് കൂടുതൽ ആളുകളെ സഹായിച്ചിട്ടുള്ളത് നാട്ടിലാണ്. അതെല്ലാം എന്നിൽ കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഇവിടെ മലയാളി പത്രങ്ങളിൽ നാട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഈ രോഗവും പ്രയാസവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഉള്ളതായ പരസ്യങ്ങൾ ഇവിടെ പത്രങ്ങളിൽ കാണുമ്പോൾ എന്നെ വിളിച്ചു പറയും, ഇങ്ങനെ ഒരു കേസ് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് ജെനുവിനാണ് എന്നത് ബോധ്യപ്പെടണം. അതുകൊണ്ട് എന്നെ വിട്ട് ആ ഭാഗത്തൊക്കെ അന്വേഷിപ്പിക്കും. അത് ശരിയാണെങ്കിൽ അവർക്ക് എന്താവശ്യമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അത് എന്നോട് പറഞ്ഞ്, തങ്കച്ചാനോട് പറഞ്ഞ് അത് ചെയ്യണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അനേകർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം തിയോളജിക്കൽ സ്റ്റഡീസ് അതിൻ്റെ വിസയിലാണ് അമേരിക്കയിൽ വന്നത്. ഞാൻ ഈ 2007-2010 ഹ്യൂസ്റ്റൺ ഇമ്മാനുവൽ മാർത്തോമാ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ തിയോളജിക്കൽ സ്റ്റുഡൻ്റായിട്ടാണ് ഇവിടെ വന്നത്, എന്നാൽ എന്നെക്കൊണ്ട് ആ ഒരു ഭാഗം ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ചെയ്തില്ലെങ്കിൽ ഞാനത് ഉണ്ടല്ലോ. നിങ്ങളോട് അങ്ങനെയല്ല, എനിക്കങ്ങനെ ചെയ്യാൻ കഴിയാഞ്ഞതുകൊണ്ട് ഒരു സെമിനാരി സ്റ്റുഡൻറ്റിന് എൻ്റെ പേരിൽ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ ഈ സെമിനാരി ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായ ഒരു ഭാഗമുണ്ട്, ഒരു എമൗണ്ട് ഉണ്ട്, ബാക്കി എമൗണ്ട് എല്ലാം സഭയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരാളിനെ സ്പോൺസർ ചെയ്യുമ്പോൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആ ഒരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതിയാവല്ലോ, ബാക്കി സഭയാണല്ലോ. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല,
ഒരു സ്റ്റുഡൻറ്റിന് സഭയാകട്ടെ അദ്ദേഹമാകട്ടെ എന്തെല്ലാം നൽകണമോ അത് മുഴുവൻ നൽകി ഒരാളെ പഠിപ്പിക്കണം. ഞാനിരുന്നതായ ഒരു ഇടവകയിൽ തന്നെ ഞാനിരുന്നപ്പോൾ തന്നെ സെമിനാരിയിൽ പോയ ഒരു സ്റ്റുഡൻറ്റിനെ എനിക്ക് വളരെ അടുത്തറിയാവുന്നതുകൊണ്ട് അദ്ദേഹം സാമ്പത്തിക പ്രയാസമുണ്ടായിരുന്നത് മനസ്സിലാക്കിയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ സജസ്റ്റ് ചെയ്തു. അതിന് മുഴുവൻ ഫീസ് നൽകി തങ്കച്ചാൻ ആ സ്റ്റുഡൻറ്റിനെ പഠിപ്പിച്ചു. ഞാനിങ്ങനെ ചില ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തി, എ മാൻ ഫോർ അതേഴ്സ്, അത് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തിയതായ ഒരു വ്യക്തിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ കസിൻസ് ബ്രദേഴ്സ് വിവാഹം കഴിക്കുമ്പോൾ ജ്യേഷ്ഠൻ നിർബന്ധമാണ് അമേരിക്കയിൽ കൊണ്ടുവരാൻ തക്കവണ്ണം പഠിത്തമോ അതിനുള്ളതായ സാധ്യതയുള്ള ആളുകളെ മാത്രമേ കല്യാണം കഴിക്കാവൂ. എൻ്റെ ഒരു ജ്യേഷ്ഠൻ മീൻസ് എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ, നാളുകൾ അദ്ദേഹം മിണ്ടിയില്ല, പിണങ്ങിയിരുന്നു. കാരണം അദ്ദേഹം അങ്ങനെ അല്ല വിവാഹം കഴിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു നേഴ്സിനെ കല്യാണം, അപ്പോൾ അന്ന് നേഴ്സസിനൊക്കെയാണ് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കൂടുതൽ, ഒരു നേഴ്സിനെയെങ്കിലും വിവാഹം കഴിക്കണം എന്ന് അദ്ദേഹത്തോടാണ് അദ്ദേഹം പിണങ്ങിയിരുന്നു. എല്ലാ ആളുകളും അങ്ങനെ ഈ അമേരിക്കയിൽ വരണം എന്നുള്ളതായ ആഗ്രഹം, അങ്ങനെ വരണം എന്ന ആഗ്രഹം കൊണ്ട് അവരുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ, ഈ രോഗം അവസ്ഥയിൽ ഈ നാളുകളിൽ സഹോദരനായിട്ട് ഞാൻ മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളല്ലോ. അതുകൊണ്ട് കൂടുതൽ സമയവും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. പ്രത്യേകിച്ച് ഞാൻ ഇരുന്ന ഇടവകയ്ക്ക് അടുത്താണ് ഈ അഡ്മിറ്റായിരുന്നതായ ഹോസ്പിറ്റൽ. ഞാൻ വിസിറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അച്ഛൻ്റെ 3 മക്കളെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അവർ പഠിക്കുന്നു ഒക്കെ. ഉടനെ എന്നോട് ചോദിക്കുന്ന കാര്യമാണ് അവരെ പഠിപ്പിക്കുന്നതിനും മറ്റുമൊക്കെ ഉള്ളതായ കാര്യങ്ങൾ എങ്ങനെയാണ് അച്ഛൻ ചെയ്യുന്നത്. അച്ഛൻ്റെ ശമ്പളം കൊണ്ടത് സാധിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അപ്പോഴൊക്കെ അത് അന്വേഷിച്ച് അതിന് ഹെൽപ്പ് ചെയ്യാനുള്ളതായ ഒരു താല്പര്യമാണ്. കഴിഞ്ഞ ദിവസം ജോസ്റ്റാൻ പറഞ്ഞല്ലോ, അവസാന ദിവസങ്ങളിലും ചെല്ലുമ്പോൾ പറയുന്നത് അവിടെ ഉള്ളതായ ഒരു വസ്തു അത് വിൽക്കണം, വിറ്റിട്ട് ആ തുകയെല്ലാം അച്ഛനെ ഏൽപ്പിക്കണം. ഞങ്ങളുടെ വീട്ടിൽ വസ്തു വീതം ചെയ്തപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു അച്ഛനാണ് പ്രയാസം, ബാക്കി എല്ലാവരും അമേരിക്കയിലാണ്, അതുകൊണ്ട് അപ്പൻ സമ്പാദിച്ചതും ജ്യേഷ്ഠൻ സമ്പാദിച്ചതും എല്ലാം അച്ഛന് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു സുവിശേഷ വേലയ്ക്ക് ചെയ്യുന്ന ഡിജു അച്ഛൻ പറഞ്ഞതുപോലെ അതൊരു പ്രത്യേകതയാണ്. അവരെ കൈത്താങ്ങുവാൻ, അവരെ സഹായിക്കുവാൻ, അവരെ മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി താൻ ജീവിക്കാൻ മറന്നുപോയി എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇത്രമാത്രം സ്നേഹം, സഹായം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും മാത്രമല്ല അനേകർക്കും അദ്ദേഹം നൽകിയെങ്കിലും അത് തൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ എത്രമാത്രം തിരിച്ച് ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിനെക്കുറിച്ചൊരു വേദനയുണ്ട്. ഒരു പക്ഷേ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം. മാക്സിമം അദ്ദേഹത്തെ സഹായിക്കാൻ ഒക്കെ ശ്രമിച്ചുവെങ്കിലും ഞങ്ങൾക്ക് തന്നെ നേരിട്ട് അത് ചെയ്യുന്നതിൽ 100% ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. എത്ര ഡോക്ടറെ കൊണ്ട് പൈസ കൊടുത്ത് മറ്റാളുകളെ കൊണ്ട് സഹായം ചെയ്യിച്ചെങ്കിലും സഹോദരങ്ങൾ കൂടെ ഇരുന്ന് സംസാരിക്കണം, സഹോദരങ്ങളെ കാണണം, പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കണം. എനിക്ക് വർത്തമാനം പറയാൻ ആരുമില്ല, അങ്ങനെ ആരുമില്ല എന്നുള്ളതല്ല, നിങ്ങൾ തന്നെ വേണം. എന്നാൽ ആ ഒരു പ്രസൻസ്, ആ ഒരു സഹായമൊക്കെ വേണ്ടവണ്ണം നൽകാൻ കഴിഞ്ഞില്ല എന്നൊരു കുറ്റബോധം, ഒരു നൊമ്പരം എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ ഉണ്ട് എന്നതാണ്. എന്നാൽ വലിയൊരു പ്രത്യാശയോടെയാണ് ഞാൻ പറയുന്നു, ഒരുപാട് ദിവസത്തിൽ പറയുന്നത് പോലെ കർത്താവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ. അദ്ദേഹത്തിന് കിട്ടിയതൊരു ഭാഗ്യമരണമാണ്.
ഭാഗ്യമാണ്. അന്ന് മരിക്കുന്ന അന്ന് ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചതാണ്. ഒരു കുഴപ്പവുമില്ല, സാധാരണയുള്ള ക്ഷീണം മാത്രം. ഫോണിൽ സംസാരിച്ച് ഈ വെനസ്ഡേ ഫ്രൈഡേ ഞാൻ കാണാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഫോൺ താഴ്ത്തി വെച്ചതാണ്. 5:30 ആയപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റൽ ജോയ്സ് ഡാഡിയോട് സംസാരിക്കാനായിട്ട് ഏതാണ്ട് 3-4 മണിയായപ്പോൾ നോർമലി വിളിച്ചപ്പോൾ ജോയ്സിനോട് പറഞ്ഞു ഡാഡി ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡാണ്. ഉടനെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജോയ്സ് എന്നെ വിളിച്ചു. അങ്ങനെ ജോയ്സ് വിളിക്കുന്നതിന് മുമ്പ് തന്നെ മരണവാർത്ത ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് ജോയ്സ് വിളിച്ചത് ഈ വാർത്ത അറിഞ്ഞ ശേഷമാണ് എന്നുള്ളതായ ഒരു ചിന്തയിൽ ആണ് ഞാൻ ജോയ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ഭാഗ്യമരണം, തൻ്റെ ഹെൽത്ത് ഒക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് ഇനിയും ഒരുപക്ഷെ അങ്ങനെ കുറച്ച് നാളുകൂടെ പ്രൊമോം ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രയാസകരമായ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുമായിരുന്നു എന്നതാണ്. എന്നാൽ ഒരിക്കലും നേരത്തെയോ ഒരിക്കലും താമസിച്ചോ വരാത്തതായ ദൈവത്തിൻ്റെ നിശ്ചയമാണ് മരണം, ഇൻ പ്രൈം ടൈം. അതുകൊണ്ട് ആ ഒരു നല്ല സമയത്ത് ഒരു ഭാഗ്യമരണം ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് യാത്ര ചെയ്യാനുള്ളതായ മറ്റ് എല്ലാ ക്രമീകരണങ്ങളും ദൈവം തമ്പുരാൻ നൽകി. അതുകൊണ്ട് മാനുഷികമായി ഞങ്ങൾക്ക് അതിൻ്റെതായ ദുഃഖം ഉണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറമായി ഏറ്റവും പ്രത്യാശയോടെ ദാവീദ് തൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കുളിച്ച് ഭക്ഷണം കഴിച്ച് ആനന്ദത്തോടെ ഇരുന്നപ്പോൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ? അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ. ദാവീദ് പറഞ്ഞു, ഇനിയും എൻ്റെ മകൻ തിരികെ വരികയില്ല, എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും, അതുകൊണ്ടാണ് സന്തോഷം. അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരൻ തിരികെ വരികയല്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാം, കാണാം. ഈ വലുതായ ഒരു പ്രത്യാശയിൽ യാത്ര ചെയ്യപ്പാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരോടും ഉള്ളതായ ഹൃദയം നിറഞ്ഞതായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനിയും ഔദ്യോഗികമായിട്ട് റോബിൻ പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ആഗ്രഹിച്ച് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Vote of thanks, Dr. Robin Koch. Joyce, Ginny, and the rest of the family, let me take this opportunity to thank everyone who has shown their support, love, and prayers over the past 10 days. Thanks for the phone calls, text messages, and social media messages. It's much appreciated. Special thanks to the Vicar of St. Peter's Marthoma Church, Monsignor Matthew Etchen, for his leadership and guidance over the past 2 days in leading the wake and funeral proceedings. Thank you to also Reverend Benny Philip Etchen, Diocesan Secretary, and Reverend Shibi Philip Etchen, Abraham Etchen, for joining us today. Thank you to all the other clergy members who were able to attend yesterday and gracing us with their presence and prayers. Thank you to the office bearers of St. Peter's Marthoma Church for allowing us to access the church facilities for the past 2 days. Also thanks to all the other church organizations and especially to the Savior Sangam. Thank you to all the members of the church choir for your songs and music today and yesterday. Special thank you to Secretary George Thomas for all your help. Thank you to Soji Media for your video and photo services. Thanks to the Volk Lieber Funeral Home for their services over the past few days. To family, friends, and church members who were able to come yesterday and today to the wake and funeral, thank you for taking time out of your busy schedule to pay respects. I request everyone to join us after the funeral and cemetery services in the church basement for lunch. Please continue to keep the family members in your prayer in this difficult time. Thank you. We are proceeding to the final service. ഇപ്പോൾ ഒരു വരി പാട്ട് പാടുമ്പോൾ if somebody is there to have a look for the last time, thereafter the മൂന്നാം ഭാഗം ശുശ്രൂഷ ഇവിടെ വെച്ച് നടത്തുന്നതുകൊണ്ട് ഇതിൻ്റെ ശേഷം അവസരമില്ല. ആർക്കെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് പാടുമ്പോൾ മുമ്പോട്ട് വന്ന് കാണാവുന്നതും ഇതിലെ തിരികെ നിങ്ങളുടെ സീറ്റുകളിലേക്ക് പോകാവുന്നതുമാണ്. കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ
നിത്യമാ പ്രഭാത ശോഭിതത്തിൽ നിന്നാണ് പാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശെ പേർ വിളിക്കും നേരം കാണും എൻ പേരും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാം പാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശെ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം ക്രിസ്തു ശോഭധാരിപ്പാനുയർത്തുതൻ കർത്തൃഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും കർത്തന്റെ രാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിലെന്റെ തീർത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും. ഫാമിലി മെമ്പേഴ്സ് അന്തിമ ഉപചാരം അർപ്പിക്കുന്ന സമയമാണ്. പ്രിയ കുഞ്ഞുങ്ങൾ, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ്, ഇഫ് യു വാണ്ട് ടു ഗിവ് ദ ലാസ്റ്റ് കിസ്, ദിസ് ഇസ് ദ ടൈം. പ്ലീസ് കം ഫോർവേഡ്. I request the congregation to stand and honor them. പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭധാരിപ്പാനുയർത്തുതൻ ഭക്തഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ
മനസ്സോടെ മരണം
എന്തു ഖേദം ഈ കാഴ്ച അതിദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകും സോദരരെ എന്തിങ്ങനെ മധ്യകുലം മൃത്യു അനുഭവിച്ചിടുന്നു ചന്തമേഴോ മേനിയാകെ ചീഞ്ഞഴിഞ്ഞു രവിച്ചിടുന്നു സ്നേഹിച്ചവനെ ശോകത്തോടക്കുന്നു സ്നേഹിത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു പൂഴിക്കോ പുഴുവിനോ അയക്കുന്നു നാഥ നിന്റെ വരവേകൾ ഞങ്ങൾക്ക് താതാ തരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദേ ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുള നീ മണ്ണാകുന്നു നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവരായ ദൈവമേ ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും നല്ല പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു എന്റെ സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കിണറുകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മലന്മാർ അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടെ നീ വന്ന് മനുഷ്യൻ തല പൂത്ത് വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. നമ്മുടെ വിശ്വാസം നമുക്ക് ഒരുമിച്ച് പറയാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനും
പൂർത്തിയാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിന്റെ സകലദാനങ്ങളും ബലഹീനതയുള്ള ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനായ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയ ശുശ്രൂഷയിൽ ഞങ്ങളോട് കൂടെ ഒരുങ്ങുമെന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതകളും ഉറവെടുക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.